ഹലോ ഗായ്സ്, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. നമ്മൾ ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ അവസാനം ഒരു സൂപ്പർ ഹിറ്റ് തിയേറ്ററിൽ ഉണ്ടായത് രാമലീലയാണ്. അതിനുശേഷം വന്ന സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം വന്ന സിനിമ പവി കെയർ ടേക്കർ. ആ സിനിമ തിയേറ്ററിലൊരു പരാജയമായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാലത്തിനൊത്ത് മാറാത്ത തമാശകളായിരുന്നു ആ സിനിമയിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുന്നേ വന്ന സിനിമ എടുത്താൽ ബാൻഡ്ര. മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ബാൻഡ്ര. അതിനകത്ത് സൗത്ത് ഇന്ത്യൻ താരം തമന്ന ഒരു പ്രധാന വേഷവും ചെയ്തിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന ഉദയകൃഷ്ണ എഴുതി രാമലീലയുടെ സംവിധായകൻ തന്നെ സംവിധാനം ചെയ്ത സിനിമ. പക്ഷെ അതും ഒരു വിജയം നേടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ദിലീപിന് ഈ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു. കാരണം ഒരു കാലത്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് ആൾക്കാരെ തിയേറ്ററിൽ എത്തിച്ച ദിലീപ് ഏട്ടൻ്റെ മറ്റൊരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണോ, എന്താണ് ഇദ്ദേഹം ഈ ജോയ് ആൻഡ് ദ ഫാമിലിയിൽ നമുക്കായി കാത്തു വെച്ചേക്കുന്നത്. സോ ട്രെയിലറിലോട്ട്. സോ മാജിക് ഫ്രെയിംസ് ആണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ, നമ്മൾ സ്ഥിരമായി കാണുന്ന ദിലീപ് സിനിമയുടെ ഒരു നേച്ചർ അല്ലേ ഇത്. ധ്യാൻ ശ്രീനിവാസനും ഉണ്ടോ? ഭാര്യയും മക്കളുള്ളവർക്ക് ഞാനൊരു കോമഡി പീസായിരിക്കും. എൻ്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്കെൻ്റെ ലൈഫ് കോമഡി അല്ല സാറേ. ഡയറക്റ്റഡ് ബൈ ബിൻഡോ സ്റ്റീഫൻ. ഏപ്രിൽ 2025. ഈ ട്രെയിലർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. സാധാരണ ഒരു ദിലീപ് സിനിമയുടെ ട്രെയിലർ എന്ന് പറയുമ്പോൾ സ്പീഡ് കട്ട്സും കോമഡി സീനുകളും അങ്ങനെയൊക്കെ പോകുന്ന ട്രെയിലറായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഞാനിവിടെ കണ്ടത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ദിലീപിനെ അടക്കം. ദിലീപ് ആണെങ്കിലും ബിന്ദു പണിക്കരാണെങ്കിലും സിദ്ദീഖ് ആണെങ്കിലും ആരും ഇതിൽ ഡയലോഗ് പറയുന്നില്ല. ഏറ്റവും അവസാനം ദിലീപ് പറയുന്ന ആ ഒരു 2 സെൻറ്റൻസ് അല്ലാണ്ട് ആരും ഡയലോഗ് പറയുന്നില്ല. എല്ലാവരും ഇമോഷണലാണ് ഒരു ഇമോഷണലായിട്ടാണ് എല്ലാവരെയും കണ്ടത്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ കണ്ട ദിലീപ് സിനിമകളിൽ നിന്നും ഒരു അല്പം കൂടെ സീരിയസ് ആയൊരു പടമാണെന്ന് തോന്നുന്നു. അധികം തമാശകളില്ലാത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോജക്റ്റുകളിലും അദ്ദേഹം ഒരു ഡീസൻസി, ഒരു പ്രോമിസിംഗ് ആണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ. സോ ചിലപ്പോൾ ഇതായിരിക്കാം ദിലീപിൻ്റെ കംബാക്ക് മൂവി. നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് എങ്ങനെയാണെന്ന്. ഈ ചാനൽ ഈ സിനിമയുടെ റിയാക്ഷൻ വീഡിയോയും ഓഡിയൻസ് റിയാക്ഷനും റിവ്യൂ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യും.